Welcome to BSc Thermodynamics. ഇതൊക്കെ സൈക്ലിക് പ്രോസസ്സ്, അതായത് ഹീറ്റിനെ വർക്കാക്കി മാറ്റാൻ ഉപകരിക്കുന്ന ചില സൈക്ലിക് പ്രോസസ്സുകളുണ്ട്. സൈക്ലിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ a series of thermodynamic processes performed in a definite order, at the end of which the system is brought back to its initial state. ഏത് സ്റ്റേറ്റിൽ നിന്നും ഏത് സ്റ്റേറ്റിലായിരുന്നു ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിനെ പല തെർമോഡൈനാമിക് പ്രോസസ്സുകൾക്ക് വിധേയമാക്കുന്നു ഒരു പ്രത്യേക ക്രമത്തിൽ. പക്ഷേ അവസാനം ഈ സ്റ്റേറ്റ് എല്ലാം മാറി സിസ്റ്റം പഴയ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുന്നു എങ്കിൽ അതിനെ സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയും. പലതരത്തിലുള്ള സൈക്ലിക് പ്രോസസ്സുകളുണ്ട്. നമുക്കറിയാം, കാർനോട്ട് സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, സ്റ്റെർലിംഗ് സൈക്കിൾ, ഇങ്ങനെ പല ടൈപ്പ് സൈക്കിൾസ് ഉണ്ട്. നമുക്കിപ്പോൾ പ്രധാനമായിട്ട് കാർനോട്ട്, ഓട്ടോ, ഡീസൽ ഈ 3 സൈക്ലിക് പ്രോസസ്സ് പഠിച്ചാൽ മതി. വർക്കിനെ ഹീറ്റ് എനർജി ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന സൈക്ലിക് പ്രോസസ്സുകളാണ് നമ്മൾ പഠിക്കുക. ഇതിൽ ഈ പ്രോസസ്സുകൾ ഏതെങ്കിലും ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഒരു സോഴ്സ് ഓഫ് ഹീറ്റിൽ നിന്ന് ഹീറ്റ് സിസ്റ്റം വലിച്ചെടുക്കുന്നു, വർക്ക് നടക്കുന്നു, മറ്റൊരു പ്രോസസ്സിൽ കൂടെ കുറച്ച് ഹീറ്റ് ഇത് റിജക്റ്റ് ചെയ്ത് കളയുന്നു. അപ്പോൾ അങ്ങനെ ഹീറ്റിനെ വർക്കാക്കി മാറ്റുകയാണ്. ഇതിൽ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് Q1 എന്നിരിക്കട്ടെ, റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ് Q2 എന്നിരിക്കട്ടെ, എങ്കിൽ വർക്കായിട്ട് മാറിയ ഹീറ്റ് Q1 മൈനസ് Q2. അതാണ് വർക്ക്. W ഈക്വൽസ് വർക്ക് ഔട്ട്പുട്ട് ഓഫ് ദി സൈക്ലിക് പ്രോസസ് അല്ലെ ഹീറ്റ് എൻജിൻ എന്ന് പറയാം. W ഈക്വൽസ് Q1 മൈനസ് Q2. ആ വർക്കിനെ അബ്സോർബ് ചെയ്ത ഹീറ്റ് Q1, W ബൈ Q1, അതിനെ എഫിഷ്യൻസി, തെർമൽ എഫിഷ്യൻസി ഓഫ് ദി സൈക്ലിക് പ്രോസസ് എന്ന് പറയുക. ഈറ്റ ഈക്വൽസ് W ബൈ Q1. വർക്ക് ഔട്ട്പുട്ട് ബൈ ഹീറ്റ് അബ്സോർബ്ഡ്. വർക്ക് എന്ന് പറഞ്ഞാൽ Q1 മൈനസ് Q2. അപ്പോൾ Q1 മൈനസ് Q2 ബൈ Q1 ഓർ 1 മൈനസ് Q2 ബൈ Q1 എഫിഷ്യൻസി. അപ്പം നമുക്ക് ആകെ 3 പ്രോസസ് സൈക്ലിക് പ്രോസസ്സുകളാണ് കാണേണ്ടത്. അതിൽ ആദ്യം നമ്മൾ ഓട്ടോ സൈക്കിൾ അല്ലെ എയർ സ്റ്റാൻഡേർഡ് ഓട്ടോ സൈക്കിൾ എന്ന് പറയും. അവിടെ സോഴ്സ് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഗ്യാസോലിനോ അല്ലെ പെട്രോൾ വേപ്പറോ ആണ്, പെട്രോളോ. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എയറാണ് ഈ പ്രോസസ്സുകൾക്ക് വിധേയമാവേണ്ടത്. ഇവിടെ എയർ ഒരു ഐഡിയൽ ഗ്യാസിനെ പോലെ ബിഹേവ് ചെയ്യുന്നു എന്ന് നമ്മളങ്ങ് സങ്കല്പിക്കുക. ഇതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് ഏത് പ്രഷറിലും കോൺസ്റ്റൻ്റ്, ഒരേ വാല്യൂവാണ് എന്നങ്ങ് അസ്യൂം ചെയ്യുന്നു. പിന്നെ ഫ്രിക്ഷൻ പോലുള്ള ഫ്രിക്ഷൻ, ടർബുലൻസ് ഇങ്ങനെയുള്ള പെശകുകളൊന്നും ഇല്ല, എനർജി വേസ്റ്റേജ് ഇല്ല. കണ്ടക്ഷൻ, ഈ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന സോഴ്സിൻ്റെ ടെമ്പറേച്ചർ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്ന ഭാഗം സിങ്ക് എന്ന് വിളിക്കും. അതിൻ്റെ ടെമ്പറേച്ചറും വ്യത്യാസമുണ്ട്. ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് കണ്ടക്ഷൻ നടക്കാൻ സാധ്യതയുണ്ട്. കണ്ടക്ഷൻ ഓഫ് ഹീറ്റ് അത് ഇറിവേഴ്സിബിളാണ്. അപ്പോൾ അത് നമ്മൾ ഇല്ല, അങ്ങനെ കണ്ടക്ഷൻ നടക്കുന്നില്ല എന്ന് അനുമാനിക്കുന്നു. പ്രോസസ്സ് എല്ലാം ക്വാസി സ്റ്റാറ്റിക്കായിട്ട് നടക്കുന്നു എന്ന് അനുമാനിക്കുന്നു. ഈ കൺസിഡറേഷനിൽ ഒരു ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസി എത്രയാണ് എന്നൊന്ന്, അത് ഐഡിയൽ കേസാണ്. യഥാർത്ഥ എൻജിൻ, പെട്രോൾ വണ്ടിയുടെയൊക്കെ പെട്രോൾ എൻജിൻ എന്ന് പറയുന്നത് ഐഡിയൽ എൻജിനേക്കാൾ എഫിഷ്യൻസി വളരെ കുറവാണ്. കാരണം ഈ പറയുന്ന കണ്ടീഷൻസ് ഒന്നും അവർ സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേഷനിലേക്കൊന്ന് കടക്കുന്നു. ബാക്കി നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ ചർച്ച ചെയ്യുന്ന ഡിസ്കഷനകത്ത് വരും. ഇവിടെ ഇപ്പോൾ പ്രഷർ ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഓട്ടോ സൈക്കിളിൻ്റെ എയർ സ്റ്റാൻഡേർഡ് ഓട്ടോ സൈക്കിൾ എന്ന് പറയും, അല്ലെ കോൺസ്റ്റൻറ്റ് വോളിയം സൈക്കിൾ എന്ന് പറയും. ഈ സൈക്ലിക് പ്രോസസ്സിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്
pressure P1, volume V1, temperature T1. That is the initial state. അത് കഴിഞ്ഞ് ആദ്യം ഇതിനെ ഒരു അഡയാബാറ്റിക് കംപ്രഷന് വിധേയമാക്കുക അലോങ് എ ബി. ബിയിലെത്തുമ്പോൾ പ്രഷർ P2, വോളിയം V2, ടെമ്പറേച്ചർ T2. പിയിൽ നിന്ന് ഇതിനെ ഒരു ഐസോകോറിക് പ്രോസസ്സിന് വിധേയമാക്കുന്നു BC. വോളിയം മാറാതെ ഇതിനെ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു എയറിന്. അത് നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ അതൊരു ഐസോകോറിക് പ്രോസസ്സ്. ആ പ്രോസസ്സ് നടക്കുമ്പോഴാണ് എയർ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. അതാണ്ട് ആരോ ഇട്ട് കാണിച്ച് 6 ആരോ ഇട്ട് കാണിച്ചിരിക്കുന്നത് Q1. സിയിലെത്തുമ്പോൾ പ്രഷർ P3, വോളിയം V2, ടെമ്പറേച്ചർ T3. ഇത് പിന്നെ അഡയാബാറ്റിക്കായിട്ട് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ പ്രഷർ കണ്ടമാനം ഇപ്പോൾ കൂടിയിട്ടുണ്ട്, ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട്. പെട്ടെന്ന് ഇത് അഡയാബാറ്റിക് എക്സ്പാൻഷന് വിധേയമാകുന്നു. പക്ഷേ നമ്മുടെ കണ്ടീഷൻ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സായിട്ടാണ്, ഐഡിയൽ കേസാണ്. അപ്പോൾ ഡിയിലെത്തുമ്പം പ്രഷർ P4, വോളിയം V1 തന്നെ. ആ ഡിയിലെത്തിക്കഴിഞ്ഞ് ടെമ്പറേച്ചർ T4. ഡിയിൽ നിന്ന് എയിലേക്ക് ഐസോകോറിക് പ്രോസസ്സ് നടത്തി ഹീറ്റ് Q2 ഇത് റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ബിയിലും സിയിലും വോളിയം V2 തന്നെയാണ്. എയ്ക്കും ഡിയും എടുത്തു കഴിഞ്ഞാൽ വോളിയം V1. രണ്ട് ഐസോകോറിക് പ്രോസസ്സുകളാണ്. ആ ഫിഗർ കാണാം. വോളിയം എയിലും ഡിയിലും വോളിയം V1, ബിയിലും സിയും ഈ രണ്ട് സ്റ്റേറ്റ് എടുക്കുമ്പോൾ വോളിയം V2. ബാക്കി പാരാമീറ്റർ വ്യത്യാസപ്പെടും. ഇനി വലിച്ചെടുത്ത ഹീറ്റ് Q1, കോൺസ്റ്റൻ്റ് വോളിയം പ്രോസസ്സിൽ കൂടെ ആ ഹീറ്റ് അബ്സോർബ് ചെയ്തിരിക്കുന്നത്. mc/dT, മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ടെമ്പറേച്ചർ ചേഞ്ച്. 1 മോൾ ഗ്യാസ് 1 മോൾ എയറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ m1. ഇവിടെ കോൺസ്റ്റൻ്റ് വോളിയം ആയിട്ട് CV എടുക്കണം. ടെമ്പറേച്ചർ ഡിഫറൻസ് BC T3 മൈനസ് T2. അപ്പോൾ ചുരുക്കത്തിൽ ഹീറ്റ് അബ്സോർബ് Q1 ഈക്വൽ CV പെർ മോള കാൽക്കുലേഷൻ നടത്തുന്നത് CV ഇൻറ്റു T3 മൈനസ് T2. ഹീറ്റ് റിജക്റ്റഡ് അതും ഐസോകോറിക് പ്രോസസ്സിൽ കൂടെ. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് അവിടെ T4 മൈനസ് T1. അപ്പോൾ CV ഇൻറ്റു T4 മൈനസ് T1. ഇനി എയിലായിരിക്കുമ്പോൾ ഇനിഷ്യൽ സ്റ്റേറ്റിൽ വോളിയം V1 ആണ്. അഡയാബാറ്റിക് കംപ്രഷൻ കഴിയുമ്പം വോളിയം V2 ആണ്. V1 കുറവായിരിക്കുമല്ലോ V2. ഈ അഡയാബാറ്റിക് കംപ്രഷൻ നടക്കുമ്പോൾ വോളിയത്തിൻ്റെ റേഷ്യോ V1/V2. V1 ആ കൂടുതൽ, V2 കുറവാണ്. V1/V2 ഈക്വൽ റോ. അതിനെ അഡയാബാറ്റിക് കംപ്രഷൻ റേഷ്യോ എന്നാ വിളിക്കുക, അല്ലെങ്കിൽ എക്സ്പാൻഷൻ റേഷ്യോ എന്നും വിളിക്കാം. കാരണം അത് സിയിലും ഡിയിലും എത്തുമ്പോൾ എക്സ്പാൻഷൻ റേഷ്യോ ആയിട്ട് മാറുന്നു. എനിവേ V1/V2 അതിനെ നമ്മൾ കംപ്രഷൻ റേഷ്യോ എന്നാണ് സാധാരണ ടെക്നിക്കലായിട്ട് എൻജിനീയേഴ്സ് വിളിക്കുക. എങ്കിൽ എഫിഷ്യൻസി ഓഫ് ദി സൈക്ലിക് പ്രോസസ് ഈറ്റ ഈക്വൽസ് 1 മൈനസ് Q2/Q1. സ്റ്റാൻഡേർഡ് ഏത് എഞ്ചിനും ഉപയോഗിക്കാവുന്ന, ഏത് സൈക്ലിക് പ്രോസസ്സിനും വർക്കിനെ ഹീറ്റാക്കുന്ന ഏത് സൈക്ലിക് പ്രോസസ്സിനും എഫിഷ്യൻസിക്ക് ഉപയോഗിക്കാവുന്ന ഫോർമുലയാണ് 1 മൈനസ് Q2/Q1. ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് അബ്സോർബ്. അപ്പോൾ ഇവിടെ Q2 ഉം Q1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 1 മൈനസ് Q2 ഈസ് CV ഇൻറ്റു T4 മൈനസ് T1 ബൈ Q1 ഈസ് CV into T3 minus T2. CV cancel ചെയ്യുമ്പോൾ 1 minus T4 minus T1 by T3 minus T2. Let it be question number 1. ഇനി എയും ബിയും ഒരു അഡയാബാറ്റിക് പ്രോസസ്സിലെ രണ്ട് ഇനിഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും. അപ്പോൾ അവിടെ അഡയാബാറ്റിക് റിലേഷൻ നമുക്ക് ഉപയോഗിക്കാം. PV raised to gamma is a constant. അത് പ്രഷറും വോളിയം കൂടെ ഉള്ള റിലേഷനാണ്. ടെമ്പറേച്ചർ വോളിയം കൂടെ എടുത്തു കഴിഞ്ഞാൽ TV raised to gamma minus 1 is a constant. നിങ്ങൾ പഠിച്ചിട്ടുള്ള. അപ്പോൾ കണക്റ്റിംഗ് A and B by adiabatic relation,
TV raised to gamma minus 1 is a constant. അപ്പോൾ എയും ബിയിൽ എ ആകുമ്പം ടെമ്പറേച്ചർ T1, വോളിയം V1. അപ്പോൾ T1 V1 raised to gamma minus 1 ഈക്വൽസ് ബിയിലെത്തുമ്പോൾ T2 V2 raised to gamma minus 1. അത് ഇക്വേഷൻ ഉണ്ടല്ലോ, ഇക്വേഷൻ നമ്പർ 2. ഇതുപോലെ സിയും ഡിയും സിയും കൂടെ കണക്ട് ചെയ്യാം. കാരണം അത് CD എന്ന് പറഞ്ഞാൽ അഡയാബാറ്റിക് പ്രോസസ്സിലെ രണ്ട് പൊസിഷൻസാണ് സി ആൻഡ് ഡി, രണ്ട് സ്റ്റേറ്റുകളാണ്. അപ്പോൾ അവിടെ T4 V1 raised to gamma minus 1 equals T3 V2 raised to gamma minus 1. അപ്പോൾ കണക്റ്റിംഗ് C ആൻഡ് D, T4 V1 raised to gamma minus 1 equals T3 V2 raised to gamma minus 1. കണ്ടോ, അത് എയിലെ വാല്യൂയും ബിയിലെ വാല്യൂയും ടിയും വിയും കണക്ട് ചെയ്യുന്നു. പിന്നെ സിയും ഡിയും എടുത്തിട്ട് അവിടുത്തെ T4 V1 T3 V2, എയും ബിയും എടുക്കുമ്പോൾ T1 V1 T2 V2 എടുത്തിട്ടാണ് ഇക്വേഷൻ 2, ഇക്വേഷൻ 3. ഇക്വേഷൻ 3 ഇക്വേഷൻ 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 3 - 2, അപ്പോൾ നമുക്ക് T4 കോൺ ഫാക്ടറായിട്ട് വരും. V1 raised to gamma minus 1 V2 raised. അപ്പോൾ T4 minus T1 into V1 raised to gamma minus 1 equals T3 minus T2 into V2 raised to gamma minus 1. നമ്മുടെ എഫിഷ്യൻസിക്കകത്തുള്ള ഫോർമുല ഇക്വേഷൻ 1 നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ടേം T4 minus T1 by T3 minus T1. അത് ഇവിടെ നിന്ന് കണ്ടുപിടിക്കുമ്പോൾ T4 minus T1 by T3 minus T2 equals V2 by V1 raised to gamma minus 1. പക്ഷേ V1 by V2 എന്ന് പറഞ്ഞാൽ റോയാ. അപ്പോൾ V2 by V1 is 1 by rho. അപ്പോൾ 1 by rho raised to gamma minus 1 or 1 by rho raised to gamma minus 1. The equation 1 substitute, we get efficiency eta equals 1 minus 1 by rho raised to gamma minus 1. ഇതാണ് ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസിക്കുള്ള ഫോർമുല. ഇതിൽ ഈ എഫിഷ്യൻസി ഡിപ്പെൻസ് ഓൺലി ഓൺ compression ratio, adiabatic compression ratio rho, and ratio of specific heat gamma of air. ഈ കംപ്രഷൻ റേഷ്യോ ഒരു 10 കൂട്ടാൻ പറ്റില്ല. കംപ്രഷൻ റേഷ്യോ കണ്ടവാനും കൂടിക്കഴിഞ്ഞാൽ പെട്രോൾ കത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഹൈ കംപ്രഷൻ കൊണ്ട് ചൂടായിട്ട് എയർ ഹീറ്റ് ഡെവലപ്പ് ചെയ്യും, ബേണിങ് നടക്കും. അപ്പോൾ ഒരു 10 താഴെ സാധാരണ റോ എൻജിനീയറിങ്ങിൽ പ്രാക്ടിക്കൽ ഓട്ടോ സൈക്കിളിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് ആ സിലിണ്ടറിൻ്റെ വോളിയം, സ്ട്രോക്ക് വോളിയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഞാനതൊന്നും ചർച്ച ചെയ്യുന്നില്ല. അത് കൂടുതലും എൻജിനീയറിങ് മേഖലയിൽ വരുന്നതാണ്. ഇപ്പോൾ റോ തൽക്കാലം ഒരു 9 എന്ന് എടുക്കുക. എയറിൻ്റെ ഗാമ 1.4 ഒക്കെയാണ്, അത് തൽക്കാലം 1.5 എന്ന് എടുക്കുക. അങ്ങനെയാണ് മാക്സ് ഈ തിയറിറ്റിക്കൽ ആയിട്ട് ഐഡിയൽ കേസിൽ കിട്ടുന്ന എഫിഷ്യൻസി 1 minus 1 by 9 raised to 1.5 minus 1 എന്ന് പറഞ്ഞാൽ 1 by 9 raised to 0.5. 9 raised to 0.5 എന്ന് പറഞ്ഞാൽ √9 അല്ലേ. 1 minus 1 by 3 or 2 by 3 or 67%. ഒരു ഓട്ടോ സൈക്കിൾ പെട്രോൾ എഞ്ചിനിൽ നിന്ന് നമുക്ക് ഐഡിയലായിട്ട് കിട്ടാവുന്ന മാക്സിമം എഫിഷ്യൻസി ഒരു 67% ഒക്കെ അടുത്ത് വരും. പക്ഷേ പ്രാക്ടിക്കൽ എഞ്ചിൻ എടുക്കുമ്പോൾ ടർബുലൻസ്, കണ്ടക്ഷൻ, ഫ്രിക്ഷൻ ഇതൊക്കെ കയറി വരുന്ന കാരണം എഫിഷ്യൻസി ഇതിലും കുറയും. അപ്പോൾ എഫിഷ്യൻസി 67% അതിൻ്റെ 70 അതിന് അപ്പുറം ഒരിക്കലും കിട്ടില്ല ഓട്ടോ എഞ്ചിൻ. ഇവിടെ നമ്മൾ പ്രാക്ടിക്കൽ സൈഡ് ഒന്നും ഇതിൻ്റെ പറഞ്ഞിട്ടില്ല. ഈ ഓട്ടോ സൈക്കിളിൻ്റെ തിയറിറ്റിക്കൽ ഐഡിയൽ മോഡൽ എടുത്ത് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അത്രേ ഉദ്ദേശിച്ചുള്ളൂ. യഥാർത്ഥ എഞ്ചിനിൽ അവിടെ ചാർജിങ് സ്ട്രോക്ക്, എക്സോസ്റ്റ് സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കംപ്രഷൻ സ്ട്രോക്ക്, ഇഗ്നീഷൻ നടക്കുന്നത് ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. ഇതിൻ്റെ തിയറിറ്റിക്കൽ ആസ്പെക്റ്റ് മാത്രം. ബാക്കി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വി വിൽ സീ സം ഡീറ്റെയിൽസ്. Thank you.